പുരാതനമായ തിരുവെഴുത്തുകളുടെ പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കർത്താവിനെ ഉൾക്കൊള്ളുകയും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചിലവിടുകയും ചെയ്ത ഒരു മാർത്തയും കർത്താവിൽ നിന്ന് അനുസരിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൗത്യം ജീവിതത്തിൽ ഏറ്റെടുത്ത ഒരു മറിയയും കാണുവാനായിട്ട് കഴിയുന്നു. കർത്താവ് ലോകത്തിൽ വന്നത് എന്തിനാണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പ്രഘോഷിക്കുവാനാണ്. മാത്രമല്ല, കർത്താവ് ആദ്യമായി സിനഗോഗിൽ കടന്നു ചെന്ന് ശുശ്രൂഷക്കാരൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി തുറന്നു വായിക്കുമ്പോൾ എളിയവരോട് സദ്വാർത്ത അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന ഭാഗം കണ്ട് അത് നിവർത്തി വായിച്ച് വളരെ ശക്തമായി ജീവിതത്തിൽ നിന്ന് പ്രഘോഷണം നടത്തി പുസ്തകം തിരികെ ഏൽപ്പിച്ചു എന്ന് കാണാം. എന്തിനാണ് കർത്താവ് വന്നത്? ആ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറിയാം, എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാനാണ്. ആ സദ്വർത്തമാനം കേട്ടതായ പ്രിയപ്പെട്ടവർ മാനസാന്തരപ്പെടണം, കർത്താവിൽ വിശ്വസിക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഈ ലോകത്തിൽ ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ആ വിശ്വസിക്കുന്ന വചനത്തിനനുസരിച്ചുള്ള വിടുതൽ പ്രാപിക്കുവാനും വേണ്ടിയാണ്. നമ്മളത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അത് മറന്നു പോകരുത്. ഇവിടെ കർത്താവുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്ന ഈ മറിയയുടെയും മാർത്തയുടെയും കുടുംബത്തിൽ കർത്താവ് പലപ്പോഴും വന്നിരുന്നു. അവിടെ കർത്താവ് തിരുവെഴുത്തുകളെ പ്രഘോഷിച്ചിരുന്നു. അവരുടേതായിരിക്കുന്ന അതിഥി സൽക്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു അഭേദ്യമായ ബന്ധമുള്ളവരാണ് ഇവരെ. പ്രിയപ്പെട്ടവർ, നമ്മളും അങ്ങനെയല്ലേ? കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നാം നിലനിൽക്കുന്നു. അധികം വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ആവോളം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം കൊടുക്കുന്നവരാണ്. മാത്രമല്ല, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട് കർത്തൃവേലയിലായിരിക്കുന്നവരും ഉണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് പ്രതിസന്ധികൾ വരികയില്ല എന്ന് നാം ചിന്തിക്കരുത്. ഇവിടെ ഇവരുടെ ഏക സഹോദരനായിരിക്കുന്ന ലാസർ ദീനമായി കിടക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്, ഞങ്ങളുമായി ഇത്രമാത്രം ബന്ധമുള്ള, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന, ഞങ്ങൾക്ക് പലപ്പോഴും ആശ്വാസമായി തീർന്നിട്ടുള്ള കർത്താവിൻ്റെ അടുക്കൽ തന്നെ കടന്നുപോയി ഈ വിവരം ഒന്ന് ബോധ്യപ്പെടുത്താം, ഞങ്ങളുടെ സഹോദരന് കർത്താവ് സൗഖ്യം കൊടുക്കും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മൾ എത്രമാത്രം അപേക്ഷിച്ചാലും ഏത് നിലയിലാണ് വിടുതൽ തരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. ഇവ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്ന് 115-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ആ മൂല്യമല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റേതല്ല, നാം ദൈവത്തിന് വേണ്ടി ചിലവിടുന്നതിൻ്റേതല്ല, ഇവയെല്ലാം കർത്താവ് ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിലും എങ്ങനെ നമുക്ക് വേണ്ടി വിടുതൽ തരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർത്താവാണ്. തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നാം യാചിക്കാതിരിക്കരുത്, നാം പ്രാർത്ഥിക്കാതിരിക്കരുത്, നാം മുട്ടാതിരിക്കരുത്. നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളുമായി കടന്നു ചെല്ലണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാതില്ല, നിശ്ചയമായി മറുപടിയുണ്ട്. പക്ഷേ കർത്താവിൻ്റെ സമയം വരെ കാത്തിരിക്കുവാൻ, മറുപടിക്കായി കാത്തിരിക്കുവാൻ ദൈവജനത്തെ എൻ്റെ കേൾവിക്കാരെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.